ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ സിയിലുള്ള കമൻറ്റുകളെ പറ്റിയാണ്. കമൻറ്റ്സ് ഇൻ സി, ഇതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. കമൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളെ കമ്പൈലർ ഇഗ്നോർ ചെയ്യുന്നത്, അതായത് കമ്പൈലർ കൺസിഡർ ചെയ്യാത്ത നമ്മളുടെ പ്രോഗ്രാമിലുള്ള ലൈനുകളെയാണ് കമൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കമൻറ്റ്സ് പ്രധാനപ്പെട്ട് ഉപകാരപ്പെടുന്നത് ഈ പ്രോഗ്രാം രണ്ടാമത് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാനിത് വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ, നമ്മൾ എഴുതിയ പ്രോഗ്രാം വേറൊരാൾക്ക് കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. ഇപ്പം നമ്മളൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എഴുതിയെന്ന്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രൈം നമ്പറിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുന്ന പ്രോഗ്രാമോ അങ്ങനെ എന്തെങ്കിലും ഒരു വലിയൊരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞു. അപ്പോൾ ആ പ്രോഗ്രാമിലൊരു കോംപ്ലക്സ് ഫോർമുല ഉണ്ടെന്നില്ല, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്, കുറേ കോൺസ്റ്റൻറ്റുകളുള്ള. അപ്പോൾ ഇതെന്താണെന്നുള്ളത് വേറെ രണ്ടാമത് വായിച്ച് നോക്കുമ്പോൾ എളുപ്പത്തിന് മനസ്സിലാകാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണ്ടി കമൻറ്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ പ്രോഗ്രാമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഞാൻ കമൻറ്റുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. കമൻറ്റുകളുടെ പ്രത്യേകത വെച്ചാൽ കമൻറ്റ് ലൈനുകൾ എന്ത് ചെയ്യും, നമ്മളെ സി കമ്പൈലർ എന്ത് ചെയ്യും, ഇഗ്നോർ ചെയ്ത് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യും. കമൻറ്റുകൾ പൊതുവേ നമുക്ക് മറ്റുള്ള മനുഷ്യർക്ക് മനസ്സിലാകാനും അല്ലെങ്കിൽ നമുക്ക് തന്നെ രണ്ടാമത് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവാനും ഉള്ള ഒരു കാര്യം. അപ്പോൾ കമൻറ്റുകൾ രണ്ട് തരത്തിൽ സിയിൽ കമൻറ്റുകളുണ്ട്. ഒന്ന് സിംഗിൾ ലൈൻ കമൻറ്റ്സ് ആണ്, രണ്ട് മൾട്ടി ലൈൻ കമൻറ്റ്സ് ആണ്. സിംഗിൾ ലൈൻ കമൻറ്റ്സ് നമ്മളെ പേര് സൂചിപ്പിക്കുന്ന പോലെ എന്താണ്, ഒറ്റ ലൈൻ കമൻറ്റുകളാണ്. മൾട്ടി ലൈൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ലൈനുകൾ നമുക്ക് കമൻറ്റുകൾ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സിംഗിൾ ലൈൻ കമൻറ്റുകളെ പറ്റിയിട്ട് നോക്കാം. അപ്പോൾ സിംഗിൾ ലൈൻ കമൻറ്റുകൾ ഇങ്ങനെയാണ്, ഡബിൾ സ്ലാഷസ് ആണ്, രണ്ട് ഫോർവേഡ് സ്ലാഷാണ്. കണ്ടോ, ഇത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് REPL.it എന്ന് പറഞ്ഞുള്ള ഒരു സൈറ്റാണ്. അപ്പോൾ ഇതെന്താണ് പറയുക, നമുക്ക് ഓൺലൈനായിട്ട് സിയും ഒരുവിധപ്പെട്ട എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മളെന്താ പറയുക, ഈ പ്രോഗ്രാം വീഡിയോ കാണുന്ന ആർക്കും പ്രത്യേകിച്ച് കമ്പൈലറൊന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതിൽ മുമ്പോട്ട് പോകാം. അപ്പോൾ സിംഗിൾ ലൈൻ കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇതാണ്, രണ്ട് ഫോർവേഡ് സ്ലാഷുകളാണ്. രണ്ട് ഫോർവേഡ് സ്ലാഷ് അടുപ്പിച്ച് സ്പേസ് ഒന്നുമില്ല, രണ്ട് ഫോർവേഡ് സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ ആ ലൈൻ എന്ത് ചെയ്യും, പിന്നെ നമ്മളെ കമ്പൈലർ ഇഗ്നോർ ചെയ്യും. ഉദാഹരണത്തിന് ഈ ഒരു ലൈൻ ഇഗ്നോർ ചെയ്യും. അപ്പോൾ ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇങ്ങനെ ഒരു പുതിയൊരു ലൈനിൽ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാലൻസ് ഒക്കെ ആയിട്ട് എഴുതാം. ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ലൈനിൻ്റെ ബാലൻസ് ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മളിവിടെ ഈ സെമിക്കോളിൻ്റെ ഇപ്പുറം കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ സെമിക്കോളിനും കൂടെ ഇഗ്നോർ ആയിപ്പോയി, ഇപ്പോൾ ഡീറ്റെയിൽ ആവും. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മളെ കമ്പൈലർ ഇത് റൺ ചെയ്യുമ്പോൾ പറയും, കുറേ എററൊക്കെ പറയും, കണ്ടോ എററൊക്കെ പറയുന്നു. എന്നാൽ അതേ സമയത്ത് നമ്മളെന്താ പറയുക, സെമിക്കോളൻ കഴിഞ്ഞ ശേഷം നമ്മൾ ഇത് എഴുതുവാണെങ്കിൽ എന്താ പറയുക, ഒരു പ്രശ്നമില്ലാതെ നമുക്ക് ഔട്ട്പുട്ടൊക്കെ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് സിംഗിൾ ലൈൻ കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് ഒറ്റ ലൈനിൽ എഴുതാം, പുതിയൊരു ലൈനിൽ എഴുതാം, അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലൈനിൻ്റെ ബാലൻസ് ആയിട്ടും എഴുതാം. ഇനി അടുത്താണ് മൾട്ടി ലൈൻ കമൻറ്റ്സ്. മൾട്ടി ലൈൻ കമൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ലൈൻസിൽ കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത്. അപ്പോൾ ഒരു സ്ലാഷ് ഇടുക, പിന്നെ ഒരു സ്റ്റാർ ഇടുക, പിന്നെ ഒരു സ്റ്റാർ ഇടുക, ഒരു സ്ലാഷ് ഇടുക, എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് കൊടുക്കുക. അപ്പോൾ ഇതെന്താണ്, ഇതിൻ്റെ ഇടയിൽ വരുന്നതൊക്കെ എന്താണ് പറയുക, നമ്മളുടെ കമൻറ്റുകളാണ്. ഇങ്ങനെയാണ് നമ്മൾ മൾട്ടി ലൈൻ കമൻറ്റ്സ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ശരിക്കും ഈ ഇടയിലുള്ള രണ്ട് സ്റ്റാറിൻ്റെ ആവശ്യമില്ല ഓൾറെഡി. പക്ഷേ ഇതെന്താ പറയുക, നമ്മളിങ്ങനെ സ്റ്റാർ ഇടുമ്പോൾ ഒരു ഭംഗിയാണ് കാണാൻ വേണ്ടി, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള മൾട്ടി ലൈൻ കമൻറ്റുകൾ നമുക്ക് പൊതുവെ ഏതൊരു സിയുടെ പ്രോഗ്രാമിങ്ങിലെ സോഴ്സ് കോഡ് ഡൗൺലോഡ് ചെയ്താലും നമുക്കിങ്ങനെ ആദ്യം കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ പൊതുവെ എന്താണ് പറയുക, ഓഥർ, ഇത് ഈ പ്രോഗ്രാം ആരാണ് എഴുതിയെന്നുള്ളൊക്കെ ഒരു ഡീറ്റെയിൽസ് ഒക്കെയാണ് അതിലുണ്ടാവുക. ഇപ്പോൾ ഓഥർ ഷോബി പി, ഇപ്പോൾ ഓഥർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്കൊരു ഇത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരു ഡേറ്റ്, നമ്മൾ എന്നാണ് നമ്മളിത് പബ്ലിഷ് ചെയ്തെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഡേറ്റ്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ലൈസൻസ് നമുക്ക് എന്താ പറയുക, ഇത് ഓപ്പൺ സോഴ്സ് ആണോ അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി ആണോ, അല്ലെങ്കിൽ ഇതിന് പ്രത്യേക ലൈസൻസ് അപ്ലൈ ആകുന്നുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് മൾട്ടി ലൈൻ കമൻറ്റ്സ്. മൾട്ടി ലൈൻ കമൻറ്റുകൾ പൊതുവെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ലൈനുകളായിട്ട് കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് പറയുക, നമുക്കൊരു പ്രത്യേക ഒരു ഫംഗ്ഷനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കാവുന്നത് ആണ്. അപ്പോൾ ഈ ഒരു മൾട്ടി ലൈൻ കമൻറ്റിൽ ഈ പറഞ്ഞ പോലെ ഈ ഇടയിലുള്ള സ്റ്റാറുകൾ ആവശ്യമില്ല. ആകെ വേണ്ടത് ഈ പറഞ്ഞ പോലെ ഒരു സ്ലാഷ് സ്റ്റാർ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ട ഒരു മിനിമം സ്പേസ് എങ്കിലും വേണം. ആ സ്പേസ് കഴിഞ്ഞിട്ടൊരു സ്റ്റാർ സ്ലാഷ്, ഇതിൻ്റെ നമ്മൾ സ്ലാഷ് സ്റ്റാർ സ്ലാഷ്, ഇതാണ് മൾട്ടി ലൈൻ കമൻറ്റുകൾ. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഇടയിൽ കമൻ്റ് ഒന്നും വേണ്ട, സ്റ്റാറുകളൊന്നും വേണ്ട. ഉദാഹരണത്തിന് ദിസ് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദ പ്രോഗ്രാം. അതുപോലെ നമുക്ക് കുറച്ച് മുകളിൽ ഒരു ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം.
finds the radius of a circle എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷനൊക്കെ എഴുതാം. ഇതൊക്കെയാണ് നമ്മുടെ സിയിലുള്ള കമൻറ്റ്സ്. ഇപ്പോൾ സിയിൽ സിംഗിൾ ലൈൻ കമൻറ്റ്സ് ഉണ്ട്, മൾട്ടി ലൈൻ കമൻറ്റ്സ് ഉണ്ട്. സിംഗിൾ ലൈൻ എന്ന് സിംഗിൾ ലൈൻ, മൾട്ടി ലൈൻ, മൾട്ടിപ്പിൾ ലൈനുകളിൽ നമുക്ക് എഴുതാം. സിംഗിൾ ലൈൻ കമൻറ്റുകൾ // ആണ്, മൾട്ടി ലൈൻ കമൻറ്റ്സ് /*/. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മലയാളം കാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ആ ഫേസ്ബുക്ക് പേജിൽ ഒന്ന് വന്നിട്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് തുറക്കുമ്പോഴും ഒക്കെ നമ്മുടെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.